Hello everyone, welcome to I Plus Training Solutions. ഞാൻ റീമ. അപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന CSEB എക്സാം ജൂനിയർ ക്ലർക്ക് അതിലെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു മോഡറേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച്. ഓക്കെ, ഈ സെൻറ്റൻസിനകത്ത് അതിൻ്റെ 3 വേർഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഏതാണ് കറക്റ്റ്, അതോ തന്നിരിക്കുന്നത് ഓക്കെ ആണോ എങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ഇതിലേതാണ് കറക്റ്റ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു മിസ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ നോ ഇംപ്രൂവ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് വെരി മച്ച്, അത് വേണോ? ആ വി വേണോ? അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒരു പ്രാവശ്യം നമ്മൾ വി പറഞ്ഞിട്ടുണ്ട് അല്ലേ, അപ്പോൾ വീണ്ടും നമുക്ക് വി വേണം. അപ്പോൾ നമുക്ക് നോക്കുമ്പം വേണ്ട എന്ന് തോന്നും. അതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനും എ ഓപ്ഷനും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ടു എൻജോയ് വെരി മച്ച്. ഓക്കെ, അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റുണ്ടോ? വലിയ തെറ്റ് തോന്നില്ല അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എൻജോയ് കാണുമ്പോൾ ഉണ്ടല്ലോ, എൻജോയുടെ കൂടെ നമ്മളൊരു റിഫ്ലെക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യണം. അതായത് സബ്ജക്റ്റ് എന്താണോ അതിൻ്റെ റിഫ്ലക്ഷൻ. അപ്പോൾ വിയുടെ റിഫ്ലക്ഷൻ അവർ സെൽവ്സ് എന്നാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഈ എൻജോയ് കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, അവിടെ നമ്മളൊരു റിഫ്ലെക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യണം. ഇപ്പോൾ ഐ ആണെങ്കിൽ ഐ എൻജോയ്ഡ് മൈ സെൽഫ്, ഷീ ആണെങ്കിൽ ഷീ എൻജോയ്ഡ് ഹെർ സെൽഫ്, ദേ ആണെങ്കിൽ ദേ എൻജോയ്ഡ് ദെം സെൽവ്സ്. മനസ്സിലായോ? അപ്പോൾ എൻജോയ്ഡ് കൂടെ എപ്പോഴും ഒരു റിഫ്ലെക്സീവ് പ്രോനൗൺ യൂസ് ചെയ്യുക. ആൻഡ് ദി ആൻസർ ഇസ് ഓപ്ഷൻ സി. വി ഹാഡ് എ ഗ്രാൻഡ് പാർട്ടി ആൻഡ് വി എൻജോയ്ഡ് ourselves വെരി മച്ച്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താ? ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. ഇതെന്താണെന്നറിയോ? ഈ തന്നിരിക്കുന്നത് കണ്ടീഷണൽ ക്ലോസാണ്. ഞാൻ പറയാം, എൻ്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ ആ കാറ് മേടിച്ചേനെ. അപ്പം ഞാനൊരു കണ്ടീഷൻ പറയുകയാണ്, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ കണ്ടീഷൻ ക്ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് 3 ടൈപ്പുകളുണ്ട്. അപ്പോൾ അതിൽ ഏത് ടൈപ്പാണ് സിൻടാക്സ് എന്ന് നോക്കിയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ ഇഫ് ഐ ഹാഡ് ദ മണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ആണെങ്കിൽ നമുക്ക് വുഡിൻ്റെ കൂടെ V1 കൊടുക്കണം. ഇതാണ് ഒരു ടൈപ്പ് 2 എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ നോക്കി, ഇഫിൻ്റെ കൂടെ പാസ്റ്റ് ആണ്, സമ്മതിച്ചു. പക്ഷെ ഇപ്പുറത്ത് എന്താ, വുഡിൻ്റെ കൂടെ V1 അല്ലല്ലോ അല്ലേ, വേറെ ഫോമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. ഇനി ഇഫ് ഐ ഹാഡ് ദ മണി, ഇത് ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. പാസ്റ്റ് പെർഫെക്റ്റിൻ്റെ സിൻടാക്സ് ആണ് ഹാഡ് പ്ലസ് V3 ഫോം. അപ്പോൾ ഇഫിൻ്റെ കൂടെ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ വുഡ്, ഹാവ്, പിന്നെ തേർഡ് ഫോം ഓഫ് വെർബ്. അതുകൊണ്ട് അതാണ് അതിൻ്റെ ആൻസർ. ബാക്കിയൊന്നും അവിടെ കറക്റ്റായിട്ട് വരുന്നില്ല. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ഹാവ് ബോട്ട് ദ കാർ. അപ്പോൾ ഇത് 3ാമത്തെ ടൈപ്പാണ്. അപ്പം നമുക്കങ്ങനെ കണ്ടീഷൻ ക്ലോസിൽ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. അതിലെ 3ാമത്തെ ടൈപ്പാണ് ഈ തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി ആ തന്നിരിക്കുന്ന ഓപ്ഷനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാമെന്നറിയോ? ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ ദ കാർ എന്ന് വന്നേനെ എങ്കിൽ ഫസ്റ്റ് ആ തന്നിരിക്കുന്ന ഓപ്ഷൻ കറക്റ്റ് ആയേനെ കേട്ടോ. ഇഫ് ഐ ഹാഡ് ദ മണി ഐ വുഡ് ബൈ ദ കാർ എന്ന് വന്നേനെ. ഇനി അതിനെ പ്രസന്റ് ആക്കാം. ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ. ഓക്കെ, ഇഫ് ഐ ഹാവ് മണി ഐ വിൽ ബൈ എ കാർ. അപ്പോൾ ഇത് 3ാമത്തെ ടൈപ്പാണ്, ഓർത്തിരിക്കുക. അടുത്തത്, ഗുഡ് മോർണിംഗ് ജെന്റിൽമെൻ. ഡാഷ് ഓഫ് യു ഇസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ. ഗുഡ് മോർണിംഗ് ജെന്റിൽമെൻ, നിങ്ങൾ ആരാണ് ഈ ലൈനിൽ ഫസ്റ്റ് നിൽക്കുന്നത്? നിങ്ങളിൽ. അപ്പോൾ ചിലപ്പോൾ ഒരു 10 പേരുണ്ടെങ്കിൽ നിങ്ങളിൽ ഏത് ആളാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇപ്പോൾ ഹൂ ആർ യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആരാണ്, അപ്പം നിങ്ങളിൽ ഏതാണ്, നിങ്ങൾ ഏതാളാണ് എന്ന മീനിങ്ങാണ് നമുക്ക് അവിടെ വേണ്ടത്. അതുകൊണ്ട് തന്നെ വിച്ച് ആണ് അവിടെ വരുന്നത്. ഗുഡ് മോർണിംഗ് ജെന്റിൽമാൻ, വിച്ച് ഓഫ് യു ഇസ് ഫസ്റ്റ് ഇൻ ദ ലൈൻ. നിങ്ങളിൽ ആര്. അപ്പം 5 പേരുണ്ടെങ്കിൽ ഇതിൽ ആരാണ് എന്ന മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഹൂ ഓഫ് യു എന്ന് പറയത്തില്ല, വിച്ച് ഓഫ് യു എന്നാണ് പറയുന്നത്, നിങ്ങളിൽ. ഓക്കെ, യെസ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡിസിഷൻസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സംഭവമുണ്ട്. ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡാഷ് ഡിസിഷൻസ് എന്നാണ്. ഓക്കെ,
ഐ നോ ഇറ്റ് വാസ് ഹാർഡ് ടു മേക്ക് ഡാഷ് ഡിസിഷൻസ്. അപ്പോൾ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്, ഒരു ബ്ലാങ്ക് അവിടെ വിട്ടുപോയി ടൈപ്പ് ചെയ്തപ്പോൾ, സോറി. അപ്പോൾ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ദിസ് ഡിസിഷൻസ് എന്നും പറയാൻ പറ്റില്ല, അതേപോലെ ദാറ്റ് ഡിസിഷൻസ് എന്നും പറയാൻ പറ്റില്ല. ഐ നോ ഇറ്റ് വാസ് ഹാർഡ്, എനിക്കറിയാം അത് ഇച്ചിരി പാടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ അത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ആ ഡിസിഷൻസ്, ആ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എന്ന് എനിക്ക് അറിയാം. ഓക്കെ, ആ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്ന് എനിക്കറിയാം. അപ്പോൾ അന്നത്തെ ആ ഡിസിഷൻസ് ആണ്, അതുകൊണ്ടാണ് അവിടെ ദോസ് ഡിസിഷൻസ് എന്ന് വരും. ദോസ് ഡിസിഷൻസ്. ഓക്കെ, ദിസിൻ്റെ പ്ലൂറലാണ് ദീസ്, ദാറ്റിൻ്റെ പ്ലൂറലാണ് ദോസ്. ഡിസിഷൻസ് വന്നതുകൊണ്ട് തന്നെ നമുക്ക് പ്ലൂറൽ ആയിട്ടുള്ളത് തന്നെ വേണം. അപ്പോൾ ദീസ് ഡിസിഷൻസ് അല്ല, ദോസ് ഡിസിഷൻസ്, കാരണം അത് കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത്. അപ്പോൾ എനിക്കറിയാം അങ്ങനത്തെ ഡിസിഷൻസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന്, അതാണ് അവിടെ ദോസ് വന്നത് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 5 നമുക്ക് വൺ വേർഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. സംതിങ് വിച്ച് ഇസ് ഇമാജിൻ ടു ബി റിയൽ ബട്ട് ആക്ച്വലി ഡസ് നോട്ട് എക്സിസ്റ്റ്. നമുക്ക് തോന്നും, ശരിയാണെന്ന് തോന്നും, റിയൽ ആയിട്ട് തോന്നും, പക്ഷെ അത് അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഒറ്റയടിക്ക് എല്ലാവരും ഓപ്ഷൻ സി മിറാഷ് കൊടുക്കും. അല്ല, മിറാഷ് നമ്മുടെ ഈ പറയുന്ന എന്താ അതിൻ്റെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ മരുപ്പച്ച എന്നാണ് മിറാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മരുപ്പച്ച, അതായത് നമ്മളിങ്ങനെ ഒത്തിരി ഒക്കെ ഈ ഡെസേർട്ടിലൂടെയൊക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അപ്പുറത്ത് വെള്ളമൊക്കെ ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ തോന്നും, പക്ഷെ ശരിക്കും ഇല്ല. ആ ഒരു ഫീലിംഗ്, അതാണ് മിറാഷ്. അത് പക്ഷെ ഒരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്, മനസ്സിലായോ? നമുക്ക് തോന്നുന്നതാണ്. പൊതുവെ ഡെസേർട്ട് അല്ലെങ്കിൽ സീ അവിടെയൊക്കെ നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ അത് ലൈറ്റ് റേസിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. പക്ഷെ അതല്ലാണ്ട് വിച്ച് ഇസ് ഇമാജിൻ ടു ബി റിയൽ, പക്ഷെ അങ്ങനെ ഒരെണ്ണം ഇല്ലാത്തതിന് നമ്മൾ ഫിഗ്മെൻറ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. ഫിഗ്മെൻറ്റ് എന്ന് പറയും. ഓക്കെ, സോ ദി ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫിഗ്മെൻറ്റ്. അപ്പോൾ സി മിറാഷ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിറാഷ് ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ ഒരു ഒപ്റ്റിക്കൽ ഇലൂഷനാണ്. ഇനി അത് നമുക്ക് ഏറ്റവും ക്ലോസ് ആണ്, ഫിഗ്മെൻറ്റും മിറാഷും ക്ലോസ് ആണ്, പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ഫിഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫൈനൽ ആയിട്ടുള്ള ആൻസേഴ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻസൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമുക്കൊരു ഇൻറ്റ്യൂഷനാണ്, നമുക്കൊരു തോന്നലാണ്, അതാണ് ഇൻറ്റ്യൂഷൻ. ഷാലോ അറിയാലോ, ഡീപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഷാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താഴ്ചയൊന്നും ഇല്ലാത്തത്. ഓക്കെ, അതാണ് ഷാലോ. നെക്സ്റ്റ്, യെസ്, അഗെയിൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സ്ട്രീം ഓൾഡ് ഏജ് വെൻ എ പേഴ്സൺ ബിഹേവ്സ് ലൈക്ക് എ ഫൂൾ. അതിന് നമ്മൾ എന്താ പറയുന്നത്? ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താണത്? സത്യം പറഞ്ഞാൽ ഇവിടെ രണ്ട് ആൻസേഴ്സ് കിടപ്പുണ്ട്. സെനിലിറ്റിയും ഡോട്ടേജും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ 7-70 ഒരുപോലെ എന്ന് പറയാറില്ലേ? അപ്പോൾ ഒരു 70 ആകുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളെ പോലെ ആകും എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ an old age where a person behaves like a fool, അതിന് ശരിക്കും നമുക്ക് ഈ സെനിലിറ്റിയും ഡോട്ടേജും രണ്ടും സത്യം പറഞ്ഞാൽ സിനോണിം തന്നെയാണ്. ഒരു സെക്കൻഡ് ചൈൽഡ്ഹുഡ്, ഒരു അൽഷിമേഴ്സിൻ്റെ ഒക്കെ ഒരു ഫോമിൽ അങ്ങനെ ഒരു ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ രണ്ടും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് ഇതിന് ഏത് മാർക്ക് കൊടുക്കും എന്ന് പറയാൻ പറ്റില്ല. ഡോട്ടേജ് ആണ് കുറച്ചുകൂടിയും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് ചോദിക്കുമ്പോൾ കുറച്ചുകൂടിയും ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. സെനിലിറ്റിയും സെയിം മീനിങ് തന്നെയാണ്, ഒരു സിനൈലായിട്ട് നിൽക്കുന്ന ഒരു ഫോം തന്നെയാണ്. അപ്പോൾ ഇവരിതിൽ ഏതിന് മാർക്ക് തരും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇപ്രാവശ്യം 1-2 ക്വസ്റ്റ്യൻസ് ഇതുപോലെ വളരെ ക്ലോസ് ആയിട്ട് ആൻസേഴ്സ് ഉണ്ട്. പിന്നെ ഇംബെസിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊട്ടത്തരം എന്നാണ്. അത് പ്രായമായിട്ട് ചെയ്യുന്നൊന്നുമല്ല, അല്ലാണ്ട് തന്നെ ഫൂളിഷ്നെസ്സിനെയാണ് നമ്മൾ ഇംബെസിലിറ്റി എന്ന് പറയുന്നത്. ഫൂളിഷ്നെസ്, സ്റ്റുപ്പിഡിറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അത് അല്ലാണ്ട് തന്നെ വെറും പൊട്ടത്തരത്തിന് നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ ഓപ്ഷൻ എയിൽ സൂപ്പർ അന്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൂപ്പർ അന്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പെൻഷൻ കൊടുക്കത്തില്ലേ, റിട്ടയർ ചെയ്ത ഒരാൾക്ക് പെൻഷൻ കൊടുക്കില്ലേ, അതാണ് അന്വേഷൻ. സൂപ്പർ അന്വേഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, സോ സെനിലിറ്റി ആണോ ഡോട്ടേജ് ആണോ കറക്റ്റ് ആയിട്ടുള്ളൊരു ആൻസർ അവർ കൊടുക്കുന്നത് എന്ന് എനിക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരു വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനിൽ കുറേ കൂടെ നമുക്ക് ഡോട്ടേജിന് കൊടുക്കാം കേട്ടോ. യെസ്, ഓഡ് വൺ കണ്ടുപിടിക്കണേ. അടുത്തത് ഓഡ് വൺ ആരാണ് എന്ന് കണ്ടുപിടിക്കാം. ബ്യൂട്ടിഫുൾ, പ്രിറ്റി, ഫെയർ, ഹൊറിബിൾ. ഇതിൽ ആദ്യത്തെ 3 പോസിറ്റീവ് വേർഡ്സ് ആണ്, ഒരെണ്ണം മാത്രമേ ഉള്ളൂ നെഗറ്റീവ്. ആൻഡ് ദി ഓഡ് വൺ ഇസ് ഓപ്ഷൻ ഡി,
horrible. Okay, horrible. നെക്സ്റ്റ് മിസ്പെൽറ്റ് വേർഡ് പറയണം. ഇതിനകത്ത് റോങ് സ്പെല്ലിംഗ്, ഏതോ ഒരെണ്ണം റോങ് സ്പെല്ലിംഗ് ആണ്. ഏതാണ്? ഡിസ്ട്രെസ് ആണോ? ഇതിൻ്റെ സ്പെല്ലിംഗ് ഉൾപ്പെടെ മീനിങ്ങും എല്ലാം നോക്കി പൊക്കോണം കേട്ടോ. ഓക്കെ, എന്താണ്? ഓക്കെ, ഡിസ്ട്രെസ്. ഡിസ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ ഒരു സോറോ, സഫറിങ് എന്നൊക്കെയാണ്. അടുത്ത കോൺസെൻഷ്യസ്. കോൺസെൻഷ്യസ് എന്താണ്? എന്ന് പറഞ്ഞാൽ ഒരു ഹാർമണി അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എന്നാണ്. അതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഇത് എസ് ആണ് ഇവിടെ വേണ്ടത്. കോൺസെൻഷ്യസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്. അപ്പോൾ ഓഡ് വൺ എന്ന് പറഞ്ഞാൽ മിസ്പെൽഡ്, റോങ് സ്പെല്ലിംഗ് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, പിന്നെ ഹോളോകോസ്റ്റ് കേട്ടിട്ടുണ്ടോ? ഹോളോകോസ്റ്റ് എന്താണ്? ഹോളോകോസ്റ്റ് അവിടെ സ്പെല്ലിംഗ് നോക്കിയാണ്, അവിടെ സ്പെല്ലിങ്ങിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല. ഹോളോകോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേൺഡ് ഓഫറിങ് അല്ലെങ്കിൽ ദുരന്തം. ചിലരിങ്ങനെ കത്തിച്ച് അങ്ങനെ ഓഫറിങ്സ് ഒക്കെ കൊടുക്കത്തില്ലേ, അപ്പം അങ്ങനത്തെ ഒരു ദുരന്തം എന്നുള്ളതിനെയാണ് നമ്മൾ ഹോളോകോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ റോങ് സ്പെല്ലിംഗ് ഓപ്ഷൻ ബി ആണേ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9. Children can usually dash their parents. Children can usually get over, get on, get round, get through. എന്ന് പറഞ്ഞാൽ എന്താ? കുട്ടികൾക്ക് സാധാരണ പേരൻസുമായിട്ട് എന്താ ഒരു നിർബന്ധിക്കാനായിട്ട് പറ്റും അല്ലേ? കുട്ടികൾക്ക് മാത്രമേ അങ്ങനെ, ചിലപ്പം പേരൻസ് ആദ്യം വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞാലും കുട്ടികളത് ഒന്ന് ഫോഴ്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, ഒന്ന് പെർസ്വേഡ് ചെയ്ത് കഴിയുമ്പോൾ അല്ലേ നമുക്ക് അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞൊന്ന് ഭയങ്കര സ്വീറ്റായിട്ട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും അവർക്കാണ് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ലേ? സോ ഗെറ്റ് റൗണ്ട് ആണ്. ഗെറ്റ് റൗണ്ട് എന്ന് പറയുന്നതാണ് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുക, പെർസ്വേഡ് ചെയ്യുക എന്നൊക്കെയുള്ള മീനിങ്. അടുത്തത്, ഇഫ് യു ബോറോ സംതിങ് ഫ്രം സമ്മൺ മേക്ക് ഷുവർ യു ഡാഷ്. ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ പറഞ്ഞാൽ മതി, എക്സാക്റ്റ് ഒരു സ്ട്രക്ചർ പറഞ്ഞാൽ മതി. ഇഫ് യു ബോറോ സംതിങ് ഫ്രം സമ്മൺ, ആരുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു give them back to it. അല്ല, give it back to them. give back it എന്ന് പറയത്തില്ല, give it to them back അതും ഇല്ല അല്ലേ? സോ ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, give it back to them. അപ്പോൾ എന്തെങ്കിലും ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ മേക്ക് ഷുവർ യു give it, ആ സാധനം കൊടുക്കണം. give it back to ആരാ? to them. ഓക്കെ, to them. പ്രോപ്പർ ആയിട്ടുള്ള സെൻറ്റൻസ് കൺസ്ട്രക്ഷനേ ഉള്ളായിരുന്നു. അടുത്തത് കറക്റ്റ് പ്രൊപ്പോസിഷൻ യൂസ് ചെയ്യുക. ഹി കംപ്ലീറ്റഡ് ദ ജേർണി ഡാഷ് 5 hours. ഹി കംപ്ലീറ്റഡ് ദ ജേർണി ഇൻ 5 hours എന്ന് പറഞ്ഞാൽ 5 മണിക്കൂറിനകത്ത് ആള് ജേർണി കംപ്ലീറ്റ് ചെയ്തു. ഇൻ 5 hours, 5 മണിക്കൂറിൽ, അതാണ് ഇൻ കേട്ടോ. നെക്സ്റ്റ്, പ്ലീസ് ഡോണ്ട് കോൾ മീ അൺടിൽ ഡാഷ് 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. ഓക്കെ, സൺഡേ മോർണിംഗ് ഡോണ്ട് കോൾ മീ അൺടിൽ. നമ്മൾ ആലോചിക്കുക, അവിടെ സത്യത്തിൽ ഒരു പ്രൊപ്പോസിഷൻ വേണോ അല്ലേ? ശരിക്കും നോ പ്രൊപ്പോസിഷൻ ആയിരുന്നെങ്കിലും സെൻറ്റൻസ് ശരിയാണോ എന്ന് ചോദിച്ചാൽ ശരിയാണ്. അപ്പോൾ മീനിങ് എന്താ? പ്ലീസ് ഡോണ്ട് കോൾ മീ അൺടിൽ 8 o'clock ഓൺ സൺഡേ മോർണിംഗ്. ഞായറാഴ്ച 8 മണി വരെ എന്നെ ഒന്നും വിളിച്ചേക്കരുത് കേട്ടോ. ഞായറാഴ്ച 8 മണി വരെ എന്നെ ഒന്നും വിളിക്കരുത്. അങ്ങനെ നോ പ്രൊപ്പോസിഷൻ ആയിരുന്നെങ്കിലും നമുക്ക് അവിടെ കൊടുക്കാമായിരുന്നു, പക്ഷെ അവിടെ പ്രൊപ്പോസിഷൻ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മാച്ചായിട്ട് വരുന്നത് ഏതാ? ആഫ്റ്റർ. എന്താണെന്നറിയോ? 8 മണിക്ക് ശേഷം, അതുവരെ എന്നെ വിളിക്കരുത്. ഓക്കെ, ആഫ്റ്റർ 8 o'clock അതുവരെ എന്നെ വിളിക്കാൻ പാടില്ല. പ്ലീസ് ഡോണ്ട് കോൾ മീ അൺടിൽ ആഫ്റ്റർ 8 o'clock. ഓക്കെ, അതുവരെ എന്നെ വിളിക്കാൻ പാടില്ല. അതിനുശേഷം വിളിച്ചോ ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, സോ ആഫ്റ്റർ 8 o'clock എന്ന് വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 13 മീനിങ്ങാണ് ചോദിച്ചിരിക്കുന്നത്. പെർസിപ്പിക്വസ്. ഓക്കെ, പെർസിപ്പിക്വസ് സ്പെല്ലിംഗ് നോക്കിയാണേ. പെർസിപ്പിക്വസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ട് എന്നാണ് മീനിങ്. ഓക്കെ, പെർസിപ്പിക്വസിൻ്റെ മീനിങ് ക്ലിയർ എന്നാണ്. ക്ലിയർ, ഭയങ്കര ക്ലിയർ ആയിട്ടുള്ളതിനെയാണ് പെർസിപ്പിക്വസ് എന്ന് പറയുന്നത്. പിന്നെ ബ്രീഫ് അറിയാലോ, ഏറ്റവും ചുരുങ്ങിയത്. പിന്നെ റെലവൻറ്റ്, ഏറ്റവും വാലിഡ് ആയിട്ടുള്ളത്. ഒബ്സ്ക്യൂർ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ്, അൺക്ലിയർ എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻറ്റണമാണ് ഒബ്സ്ക്യൂർ. ക്വസ്റ്റ്യൻ നമ്പർ 14 ഡീവിയസിൻ്റെ ഓപ്പോസിറ്റ്. ഓക്കെ, ഡീവിയസിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഡീവിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡീവിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഭയങ്കര ഇതിനകത്ത് ഓഡ് വൺ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഡിസോണസ്റ്റ്, ഡിസീറ്റ്ഫുൾ, ഇതൊക്കെയാണ് അതിൻ്റെ സിനണമാണ്. സിനണമാണ് അവിടെ തന്നിരിക്കുന്നത്. ഭയങ്കര ചതി, വഞ്ചന എന്നൊക്കെയാണ്. ഡിസോണസ്റ്റ്, ഡിസീറ്റ്ഫുൾ, ഇതൊക്കെയാണ് ഡീവിയസിൻ്റെ സിനണം. ഓപ്പോസിറ്റ് ആയിട്ട് ഒറ്റ ഒരു വേർഡേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ചില ആളുകൾ ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും. ഓക്കെ, ചിലർ ചതിക്കുന്നവരായിരിക്കും. അപ്പോൾ ഡിസോണസ്റ്റും ഡിസീറ്റ്ഫുള്ളും അതിൻ്റെ ഓപ്പോസിറ്റ്സ് ആണ്. നമുക്ക് മീനിങ് ആണ്. നമുക്ക് വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻറ്റണം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആണ്. ഡീവിയസിൻ്റെ ഓപ്പോസിറ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ്. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചോദിക്കാം, ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അൺസ്ക്രൂപ്പലസ് എന്ന് പറഞ്ഞാൽ ഒട്ടും എത്തിക്കലല്ല, ഭയങ്കര ഇമ്മോറലാണ്, അൺപ്രിൻസിപ്പിൾഡ് എന്നൊക്കെ വേണം പറയാം. സ്ക്രൂപ്പലസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എത്തിക്കലായിട്ട്, വളരെ മോറലായിട്ട് എന്നൊക്കെ പറയാം. അൺസ്ക്രൂപ്പലസ് എന്ന് പറഞ്ഞാൽ അൺട്രസ്റ്റ് വർത്തി, അതും ഈ പറഞ്ഞ പോലെ തന്നെ അതും വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ ചതി എന്നൊക്കെ ഉള്ള രീതിയിൽ സിനോണിമായിട്ട് കൊടുക്കാം. അപ്പോൾ ഒറ്റൊരു ഓഡ് വേർഡേ ഉള്ളൂ, സ്ട്രെയിറ്റ് ഫോർവേഡ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 15. ഇതിലെ കറക്റ്റ് മീനിങ് പറയണം. അനാർക്കി. അനാർക്കിയുടെ മീനിങ്, ആർക്കി എന്ന് പറയുന്നത് തന്നെ റൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നാണ്. ഓക്കെ, ആർക്കി എന്ന് പറഞ്ഞാൽ തന്നെ റൂൾ അല്ലെങ്കിൽ ഗവൺമെൻറ് എന്നാണ് ആർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ അനാർക്കി എന്ന് പറയുമ്പോൾ നെഗറ്റീവാണ്. അതായത് അവിടെ ഗവൺമെൻറ് ഇല്ല, ഒരു ഭരണവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കുത്തഴിഞ്ഞ് നടക്കുന്നതിനെയാണ്, നോ ഗവൺമെൻറ്റിനെയാണ് അനാർക്കി എന്ന് പറയുന്നത്. ഇനി 5 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട് നമുക്ക്. എത്തിസ്റ്റ് അല്ലേ, ഇപ്പോഴത്തെ പലർക്കും അറിയാവുന്ന ഒരു വളരെ കോമൺ വേർഡാണ് എത്തിസ്റ്റ് അല്ലേ. തിയോയിൽ നിന്നാണ് തിയോളജി, തിയസ്റ്റ് എന്നൊക്കെ വരുന്നത്. തിയോളജി, തിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വാസമുണ്ട്. അപ്പം എത്തിസ്റ്റ് ആരാണ്? എത്തിസ്റ്റ് ആരായിരിക്കും? എത്തിസ്റ്റ് ദൈവത്തെ വിശ്വാസമില്ല. ഓക്കെ, അപ്പോൾ ബിലീവ് ഇൻ വർക്ക് ഇതൊന്നുമല്ല. ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ദൈവത്തെ വിശ്വാസം ഇല്ല. ഓക്കെ, അപ്പോൾ തിയസ്റ്റ് ദൈവവിശ്വാസിയാണ്. അപ്പോൾ എത്തിസ്റ്റ് എന്ന് പറയുന്നത് ദൈവത്തെ വിശ്വാസമില്ല അല്ലെങ്കിൽ റിലീജിയനോട് വിശ്വാസമില്ല. ഫെയ്ത്ത്ലെസ് ഇൻ ഗോഡ്, ഫെയ്ത്ത്ലെസ് ഇൻ റിലീജിയൻ. കേട്ടോ. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കറക്റ്റ് വേർബ് വെച്ചൊന്ന് ഫില്ല് ചെയ്യണം. ദ കമ്പനി ലെറ്റ് മീ ഡാഷ് ടൈം ഓഫ് വർക്ക്. ഓക്കെ, ലെറ്റ് ആരാ? ലെറ്റിൻ്റെ കൂടെ നമുക്കൊരു ഒബ്ജക്റ്റ് വേണം. എന്നിട്ട് അവിടെ എപ്പോഴും V1 ഫോം ഓഫ് വേർബാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ദ കമ്പനി ലെറ്റ് മീ ടേക്ക് ടൈം ഓഫ് വർക്ക്. ടേക്ക് ടൈം ഓഫ് വർക്ക്, കാരണം ലെറ്റിൻ്റെ കൂടെ നമ്മളൊരു ഒബ്ജക്റ്റ് കൊടുക്കണം. അത് മീ ഉണ്ട്, പിന്നെ അവിടെ നമ്മൾ V1 ഫോമേ യൂസ് ചെയ്യാവുള്ളൂ. അതാണ് ദ കമ്പനി ലെറ്റ് മീ ടേക്ക് ടൈം ഓഫ് വർക്ക്. ഓക്കെ, നെക്സ്റ്റ് ദ കോർട്ട് ഡാഷ് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. ദ കോർട്ട് ഡാഷ് കോഗ്നിസൻസ്. ചിലപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ ചിലപ്പം ചിലർക്ക് ഒന്ന് ചിലപ്പം സംശയം വന്നിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം തന്നെ ഈ കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ടീസ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മിനിസ്റ്ററിൻ്റെ നോട്ടീസ്, ഒരു അവയർനെസ്, മിനിസ്റ്ററിൻ്റെ അറിവോടെ, സമ്മതത്തോടെ എന്നുള്ളൊരു മീനിങ് ആണ്. അതാണ് ദ കോർട്ട് ടുക്ക് കോഗ്നിസൻസ് ഓഫ് ദ മിനിസ്റ്റർ. അപ്പം മിനിസ്റ്ററിൻ്റെ സമ്മതം കോർട്ട് മേടിച്ചിരുന്നു എന്നുള്ള മീനിങ് ആണ് ടുക്ക് കോഗ്നിസൻസ്. ഇപ്പം ചില കേസിലൊക്കെ ചില ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് ഇന്ന ആളുടെയൊക്കെ പെർമിഷൻ വേണം. അപ്പോൾ അതാണ് ടുക്ക് കോഗ്നിസൻസ്. ആ കോഗ്നിസൻസിൻ്റെ മീനിങ് മനസ്സിലായാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഓക്കെ, പെർമിഷൻ. 19 and 20 ആർട്ടിക്കിൾസ് ആണ്. ഡാഷ് ചൈൽഡ് ഇസ് പുട്ട് ടു സ്കൂൾ വെൻ ഇറ്റ് ഇസ് 5. അപ്പോൾ ജനറലൈസ് ചെയ്ത് ഒരു കുട്ടിയുടെ കാര്യം പറയാണ്. അതുകൊണ്ട് ചൈൽഡ് ഇസ് പുട്ട് ടു സ്കൂൾ. അവിടെ പിന്നെ സ്കൂളിൽ പോകുന്നത് എന്തിനാ? പഠിക്കാനാണല്ലോ. അപ്പോൾ അവിടെ ഒരു മെയിൻ പർപ്പസ് ആയതുകൊണ്ട് നമ്മളവിടെ ആർട്ടിക്കിൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ചൈൽഡ് ഇസ് പുട്ട് ടു സ്കൂൾ വെൻ ഇറ്റ് ഇസ് 5. അപ്പം 5 വയസ്സാകുമ്പോൾ എന്താണെങ്കിലും കുട്ടീനെ സ്കൂളിൽ ചേർക്കും. അപ്പോൾ ഇനി ഇതിൽ തിരുത്തായിട്ട് മിസ്സേ 4 വയസ്സാകുമ്പോഴല്ലേ ചേർക്കാൻ വരുന്നത് എന്ന് അങ്ങനെ ചോദിക്കരുത്. 4ലാണ് നമ്മൾ LKG ചേർക്കുന്നത്. പക്ഷേ കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് അവർ 5 വയസ്സെന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് സമ്മതിച്ച് കൊടുത്തേക്കണം. അപ്പോൾ നമ്മൾ ജനറലൈസ് ചെയ്ത ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നത്, ഏതൊരു കുട്ടിയുടെ കാര്യം അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ കുട്ടീനെ അല്ലല്ലോ നമ്മൾ പറയുന്നത്. ഇന്ന കുട്ടീനെയാണ് നമ്മൾ 5 വയസ്സാകുമ്പം ചേർക്കുന്നത് എന്നല്ലോ പറയുന്നത്. ഏതൊരു കുട്ടീനെയും അങ്ങനെയാണ് അല്ലേ. അപ്പോൾ ഒരു ജനറൽ കാര്യം ആയതുകൊണ്ട് ചൈൽഡ് ഇസ് പുട്ട് ടു സ്കൂൾ when it is 5. And moving on to the last question for the day. Sitaram is dash pious person who lives in dash small house near the temple. Pious എന്ന് പറഞ്ഞാൽ എന്താണ്? ഭയങ്കര ദൈവവിശ്വാസിയാണ്, ഭയങ്കര റിലീജിയസ് ആണ്. അപ്പോൾ സീതാറാം എന്ന് പറയുന്നത് ഒരു ദൈവവിശ്വാസിയാണ്. ഒരു ദൈവവിശ്വാസി
who lives in dash small house near the temple. ടെമ്പിളുടെ സൈഡിലുള്ള അതിനടുത്തായിട്ടുള്ള ഒരു ചെറിയ വീട്ടിലാണ്. അപ്പോൾ ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരു റിലീജിയസ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ് സീതാറാം. Okay, so Sitaram is a pious person who lives in a small house near the temple. അപ്പോൾ ആർട്ടിക്കിൾസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 20 ക്വസ്റ്റ്യൻസിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കോമെൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. സോ നമുക്ക് വീണ്ടും മറ്റൊരു സെഷനിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു.